നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളൊരു ചെറിയൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോകുന്നു കേട്ടോ. നമ്മൾ മുട്ടയും അതുപോലെ തന്നെ വയലറ്റ് കാബേജ് അല്ലേ, അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് ചെറിയൊരു എക്സ്പെരിമെൻ്റ് ആണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു കുക്കിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം തന്നെ 2 മുട്ട എടുക്കാം കേട്ടോ. ഇത് നമ്മൾ പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിക്കാം. 2 ഒഴിക്കണേ. പിന്നെ നമുക്ക് ഇതിൻ്റെ മഞ്ഞ നിന്നെടുത്ത് മാറ്റണം. നമ്മൾ മഞ്ഞൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എന്താ വേണ്ട വെച്ചാൽ ഇതാ ഈ ഒരു സംഭവം. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വയലറ്റ് കളറിലെ കാബേജ് ഇല്ലേ, അത് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുത്തതിൻ്റെ നീരാണിത്. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ ഒരു സംഭവത്തിലേക്ക് ഒഴിച്ച സമയത്ത് നമ്മൾ ഇതിൻ്റെ കളറ് വയലറ്റും നമ്മളതിലേക്ക് മിക്സ് ആക്കിയപ്പോൾ അതൊരു പച്ച കളറായി മാറി, കണ്ടില്ലേ? അത് നമുക്കിത് രണ്ടിലും മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ സംഭവം രണ്ടും പച്ച കളറായുണ്ട്. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് എന്താ ഒഴിക്കാൻ പോകുന്നത് വെച്ചാൽ ഇത് നാരങ്ങാ നീരാണ്. അപ്പോൾ ഇത് നമ്മളിതിലേക്ക് ഒഴിക്കാൻ പോകണം കേട്ടോ. ഒന്നിക്ക് ഒഴിക്കണുള്ളൂ. ഇപ്പൊ നാരങ്ങ നീര് ഒഴിച്ചപ്പോഴേ അത് റെഡ് കളറായി മാറി നമുക്ക് കാണാൻ പറ്റും കേട്ടോ. കണ്ടോ, ശരിക്കും നോക്കിയാൽ റെഡ് കളറായി പോട്ടോ. അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മളെ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇത് കുക്ക് ചെയ്യുക. അപ്പോൾ ഇത് കുക്ക് ചെയ്യണം എന്തിനാണെന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ ടേസ്റ്റിൽ വ്യത്യാസം വരും നോക്കാൻ വേണ്ടിയാണ് നമ്മൾ കുക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കണം നമുക്ക് നോക്കട്ടോ. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കണം അറിയോ? അപ്പോൾ ഇവിടെ നമ്മളെടുത്ത ഈ വയലറ്റ് കാബേജ് അല്ലേ, അതൊരു pH ഇൻഡിക്കേറ്ററാണ്. നമ്മൾ ഈ മുട്ടേൻ്റെ വെള്ളം എന്ന് പറഞ്ഞാൽ അത് ബേസാണ് കേട്ടോ. അപ്പോൾ ഈ മുട്ടേൻ്റെ വെള്ള ബേസ് ആവുകൊണ്ടാണ് നമ്മൾ ഈ കാബേജിൻ്റെ നീര് ഇതിലേക്ക് ഒറ്റിച്ചപ്പോൾ അത് പച്ച കളറായി മാറിയത് കേട്ടോ. അപ്പോൾ ഇതേ സംബന്ധിച്ച് നമ്മൾ നാരങ്ങ നീര് വെച്ചപ്പോൾ അത് ഒരു റെഡ് കളറാകാൻ കാരണം നാരങ്ങ നീര് ആസിഡ് ആകൊണ്ടാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിത് കുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നല്ല രസമാണ് ചിലപ്പോൾ കാണാൻ. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കറക്റ്റായിട്ട് പച്ച കളറും അതുപോലെ തന്നെ മറ്റതൊരു ഏകദേശം റെഡ് കളറൊക്കെ ആയിട്ടുണ്ട്, പിങ്ക് കളറായിട്ടുണ്ട്. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ കഴിക്കാൻ വേണ്ടി പൊരിച്ചെടുത്തല്ല കേട്ടോ, ജസ്റ്റ് ഇതൊന്ന് കാണാൻ ഒരു എക്സ്പെരിമെൻ്റ് രീതിയിൽ പൊരിച്ചെടുത്താണ്. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമെന്ന് നമുക്കൊന്ന് അറിയും വേണം. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മളിത് പൊരിച്ചെടുത്തത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. അപ്പോൾ അതിന് കഴിക്കാൻ വേണ്ടി നമ്മളായിട്ട് പറയുന്നില്ല. പക്ഷേ എക്സ്പെരിമെൻ്റ് എല്ലാവർക്കും ചെയ്ത് നോക്കാം കേട്ടോ. ഈസിയാണ്, കുട്ടികൾക്കൊക്കെ ഈസിയായിട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ എന്തായാലും ഞാനിതൊന്ന് കഴിച്ചു നോക്കാൻ പോവാണ്. ഇതിൽ ടേസ്റ്റ് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി മാത്രം ഞാനതൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ. ടേസ്റ്റിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ആ കാബേജിന്റെ ചെറിയൊരു ചുവയുണ്ട്, അല്ലാതെ വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇതിനില്ല കേട്ടോ. നമുക്ക് മറ്റേ പീസ് കൂടി കഴിച്ചു നോക്കാം.
ഇതിൽ നാരങ്ങ നീരിൻ്റെ നല്ല പുളിയുണ്ട്. ഇത് അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമില്ല. പക്ഷേ ഇതൊരു പുളിയുണ്ട്, വലിയ ടേസ്റ്റ് ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയല്ല കേട്ടോ, ഒരു എക്സ്പെരിമെൻറ്റ് മാത്രമാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ചെറിയ സപ്പോർട്ട് ചെയ്യുക. വീഡിയോയെ കുറിച്ച് അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വീണ്ടും ഇതുപോലത്തെ വീഡിയോകളായിട്ട് നമുക്ക് കാണാം കേട്ടോ. ബൈ.